അതെ, ഇന്നൊരു തനി നാടൻ കോഴിക്കറി. കോഴിയും കുമ്പളങ്ങയും ഉണ്ടാക്കി നോക്കിയാലോ? വായോ. അതിനായിട്ട് നമുക്ക് ആദ്യം മസാലകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാമേ. പിന്നെ സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അല്പം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. അതിലേക്ക് കഴുകി വെച്ച ചിക്കനും അരിഞ്ഞു വെച്ച കുമ്പളങ്ങയും ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി അല്പനേരം നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാം. കട്ടിയുള്ള ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക. കുറേ തേങ്ങാപ്പാൽ വേണ്ട, കാരണം കുമ്പളങ്ങയിൽ നിന്ന് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതിൽ രണ്ടാം പാൽ ഒഴിച്ച് ഒരു തിള വരുമ്പോൾ ഒന്ന് അല്പം നേരം മൂടി വെച്ച് വേവിച്ച് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അതിന് പിന്നെ അധികം നേരം തിളയ്ക്കേണ്ട. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് അല്പം ഗരം മസാലയും അല്പം പെപ്പറും ഒരു നുള്ള് മുളക് പൊടി കുറച്ച് കളറിന് വേണ്ടിയിട്ട് ചേർത്തിട്ട് ഒന്ന് നമുക്കത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അത് ചപ്പാത്തിക്കും പറ്റും, പൊറോട്ടയ്ക്കും പറ്റും, നല്ല കുത്തരിച്ചോറിൻ്റെ കൂടെയും നല്ല അടിപൊളി കറി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നമസ്കാരം. താങ്ക്